തൃശൂരിൽ റിമാൻഡ് തടവുകാരൻ പോലീസ് മർദ്ദനമേറ്റ് മരിച്ചുവെന്ന് പരാതി. വിയൂർ ജയിലിലെ തടവുകാരൻ പുലക്കോട്ടുകര സ്വദേശി രേഷ് ബാബുവാണ് മരിച്ചത്. മെയ് 18-ാം തീയതി തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടിയ പ്രതിയെ 26-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണകാരണം വ്യക്തമാക്കണമെന്ന പിതാവ് ബാബു പറയുന്നു. എന്ത് സംഭവം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു, അത്രയ്ക്ക് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അതന്നെ ഇവർ വിട്ട് തുറന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത്. അങ്ങോട്ട് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ അവന് എന്താ വയ്യായൊക്കെ വന്നു, ഛർദി ഇതൊക്കെ ഉണ്ടായിട്ടാണ് കൊണ്ടുവന്നു പറഞ്ഞ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക്. അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ്റെ മുഖപേശത് കണ്ടിട്ട് ഞങ്ങൾക്ക് സംശയം. അതന്നെ. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, അപ്പോൾ വളരെ ഗൗരവമുള്ള പരാതിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം കുടുംബത്തിന് തോന്നാനുള്ള കാരണം? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഇത് പോലീസ് മർദ്ദനം എന്നല്ല ഇതിന്റെ പ്രധാനപ്പെട്ട പരാതി. ഇത് ജയിലിൽ വെച്ച് മർദ്ദനമേറ്റതാകാനുള്ള സാധ്യതയാണ് വീട്ടുകാർ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകുന്നത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് തൃശൂർ സെക്ഷൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിക്കുന്നത്. മൊബൈൽ ഫോണും അതുപോലെ തന്നെ വാച്ചും പണവും നഷ്ടപ്പെട്ടു നിന്ന ഒരു പരാതിക്കാരൻ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. 18-ാം തീയതി സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് പിടികൂടുന്നു. അതിലൊന്നാണ് രേഷ് ബാബു എന്ന വ്യക്തി. ഇയാളെ ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. തുടർന്ന് റിമാൻഡ് ചെയ്യുന്നു. ഈ ജയിലിന് കഴിയുന്നതിനിടെ 26-ാം തീയതിയാണ് ഇയാൾക്ക് ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഇന്നലെയാണ് മരണം സംഭവിക്കുന്നത്. ആദ്യം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക്, പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതിനിടയിലാണ് വീട്ടുകാർക്ക് രേഷ് ബാബുവിന് മർദ്ദനമേറ്റു എന്ന ഒരു സംശയം ഉണ്ടാകുന്നത്. ശാരീരിക അവസ്ഥ നോക്കുമ്പോൾ മർദ്ദനമേറ്റതായ ഒരു പരാതി വീട്ടുകാർക്കും ഉണ്ടാകുന്നു. ഇവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ രേഷ് ബാബു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്ന സർട്ടിഫിക്കറ്റ് രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരമൊരാളെ വിശദമായ പരിശോധന കൂടാതെ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കാൻ പാടില്ല എന്നതായിരുന്നു പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. ശരീരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ മാത്രമേ വ്യക്തത വരൂ. അതേസമയം ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളെ നേരെ മറ്റൊരു പരിശോധനയും കൂടാതെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് പകരം ജയിലിലേക്ക് മാറ്റിയത് എന്താണെന്നതാണ് പ്രധാനമായും വീട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. ഇതിനെല്ലാം ആദ്യം തീരേണ്ടത് പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് മർദ്ദനമേറ്റെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ശരി, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ റിമാൻഡ് തടവുകാരൻ ജയിലിനുള്ളിൽ മർദ്ദനമേറ്റ് മരിച്ചു എന്നുള്ളതാണ് പരാതി.